രാവിലെ വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ കൊളന്നാക്കാൻ പോയപ്പോ ദേ നിക്കണോ അനന്തുചേട്ടൻ. ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുഖേ തരില്ല, തിരിഞ്ഞു നടക്കൂട്ടോ. ഇന്ന് വരുന്ന നൈറ്റ് ആട്ടോ, ഇനി പോയി കഴിഞ്ഞാൽ നാളെ വരുള്ളൂ കേട്ടോ. ഇന്ന് ട്രെയിൻ 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാ വന്നത്, അതുകൊണ്ട് വീടിനോട് കുറച്ചേരം കൂടി കത്തി വെക്കാൻ പറ്റിയേ. തിരിച്ചു വരുമ്പോ എന്നത്തെയും പോലെ കട്ടിങ് അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. നേരെ പോയത് കുഞ്ഞാടെ അടുത്തേക്കാണ്. എന്നെ കണ്ടപ്പോ തന്നെ താറാവല്ല ഓടി വന്നിട്ട് എന്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ അവറ്റുകളെ തിരിച്ചു ഓടിച്ചുവിട്ടെ. കാരണം എനിക്ക് ഇതിനെ ശരിക്കും ഭയങ്കര പേടിയാട്ടോ. എന്റെ കുഞ്ഞാടെ വീട്ടില് വീടിനെക്കാട്ടും കൂടുതലുള്ളത് ചെടികളാട്ടോ. കുറെ തരം ചെടികളുണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പാടില്ല. അതിൽ കുറെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. ഓണത്തിനുള്ള ജമന്തിപ്പൂ വരെ റെഡിയാക്കി വെച്ചേക്കാട്ടാ കുഞ്ഞ. വീടിന്റെ മുക്കിലും മൂലയിലും സൈഡിലും മതിലും വീടിന്റെ എവിടൊക്കെ ഗ്യാപ്പ് ഉണ്ട് അവിടൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട് കുഞ്ഞ. പൂക്കൾ ഉള്ളതുണ്ട്, പൂക്കളില്ലാതെ ഇതേപോലത്തെ ഇലച്ചെടികളും ഉണ്ട് കേട്ടോ. അതേ 2 പേരക്കകൾ എന്നെ നോക്കി ചിരിക്കുന്നു ഗൈസ്. ഇതൊരു പ്രത്യേകതരം കൂടിയ ഇനത്തിൽപ്പെട്ട ചേമ്പാണ് കേട്ടോ. നമ്മൾ കഴിക്കണതാണ്. ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഇതെന്റെ അമ്മ 5ലോ 6ലോ പഠിക്കുമ്പോൾ സ്കൂളിൽ കഞ്ഞി കൊണ്ടായ ചോറ്റുപാത്രാട്ടാ. കുഞ്ഞ് എനിക്ക് എടുത്തു തന്നിട്ട് പറഞ്ഞു ഇത് നീ കൊണ്ടൊക്കെ നിന്റെ അമ്മയുടെ ഓർമ്മിക്കുന്നു. പിന്നെ കുഞ്ഞിട്ട വടോപ്പിൾ നാരങ്ങയുടെ അച്ചാറും തന്നിട്ട് അതും കൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു. അപ്പൊ അത്രയുള്ള ഗൈസ്. ബൈ ബൈ, സീ യു.